ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആൻറ്റിയമ്മ വിളിച്ചിട്ട് മാനസയോട് നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, കാരണം ക്രഷ് നിനക്കുള്ളത് തന്നെയാണ്, നീ അതിനെ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടോ. ആൻറ്റിയമ്മ പറയുന്നത് ശരിയാണോ? ക്രഷ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഒന്നാവേണ്ടവരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മാനസയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം ആൻറ്റിയമ്മയുടെ ആ ഉറപ്പ് കിട്ടുമ്പോൾ പിന്നീട് മനസ്സ ഫോൺ വെച്ചതിന് ശേഷം തന്നെ ക്രഷുമായിട്ട് സംസാരിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. കാരണം ക്രഷ് വരുന്നുണ്ട്, കാരണം ചോദിക്കുന്നുണ്ട്, എന്താ ക്രഷ്, നീ എന്താ എന്നെ കാണാൻ വന്നോ ചോദിക്കുന്നുണ്ട്. എനിക്ക് മാനസയെ എപ്പോൾ വേണമെങ്കിൽ കാണാമല്ലോ, നീ മനസ്സിൽ ആഗ്രഹിച്ചാൽ ഞാൻ അപ്പോൾ എത്തില്ലേ മാനസ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനസയെ ഹഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ സ്വപ്നം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ മാനസ ഞെട്ടി നിൽക്കുന്നുണ്ട്. ക്രഷ് എന്താ കൺമണിയുടെ കൂടെ തന്നെയാണോ ഇപ്പോൾ? പക്ഷെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അവനെ എത്രയും പെട്ടെന്ന് എനിക്ക് തന്നെ വേണം എന്നൊക്കെയാണ് മാനസ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തന്നെ കാട്ടിലാട്ടോ കാണിക്കുന്നത്. കാട്ടിലാണെങ്കിലോ കൺമണിയും ക്രഷും കൂടി ഇരിക്കുന്നുണ്ട്. കാരണം കൺമണിക്ക് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരുവിയിൽ പോയിട്ട് കൺമണിക്ക് വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ക്രഷ്. അങ്ങനെ വെള്ളം കൊടുത്തതിന് ശേഷം കൺമണിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്യുവർ മിനറൽ വാട്ടർ, നീ കുടിച്ചു നോക്ക് കൺമണി എന്ന് പറയുന്നു. അങ്ങനെ കൺമണിക്ക് കൊടുത്തത് കൃഷി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൺമണി ആ വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ടുണ്ട് സർ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ദാഹം മാറി, ഇനി വിശക്കില്ലേ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എനിക്ക് സാർ ഉള്ളപ്പോൾ വിശക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് സൂചിച്ചു എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയോടായിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, എങ്ങനെ കൺമണി നീ ഇങ്ങനെ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കൺമണി പറയാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ബലരാമനാണ് തന്നെ പിടിച്ചുകൊണ്ട് പോയതെന്ന് അറിയുമ്പോൾ കൃഷ്ണന് ദേഷ്യം വരുന്നുണ്ട്. ആ ബലരാമൻ കണ്ട പോലെയൊന്നല്ല, അവൻ ഭയങ്കര ഭീകരനാണ്, ഞാൻ ഇവിടുത്തെ ചെന്നാൽ ഉടനെ അവനെ ശരിയാക്കും എന്നൊക്കെ കൃഷ് പറയുന്നു കേട്ടോ. കൺമണിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ കൺമണി ഉറങ്ങിപ്പോവാട്ടോ ചെയ്യുന്നത്. നല്ല ആളോടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നീ ഉറങ്ങിയോ കൺമണി എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ പതുക്കെ പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട്. അങ്ങനെ തൻ്റെ സ്വന്തം ജാക്കറ്റ് ഊരിയതിന് ശേഷം തന്നെ പുതച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ക്രഷ്. അതിനുശേഷം തന്നെ ക്രഷ് വേറെ പോയി കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. മഹിയാണെങ്കിലോ അവിടുത്തെ പോലീസുകാരോടൊപ്പം കൂടിയിട്ട് തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മുഖമൊക്കെ കഴുകുന്ന സമയത്ത് തന്നെ സാറുമാർ വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. തൻ്റെ പേര് മഹി എന്നല്ലേ ചോദിക്കുമ്പോൾ, അതെ സർ, എന്തിനാണോ ഇനി തിരയുന്നത്? നിനക്ക് ഈ ഫോറസ്റ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ആന വലിയ വന്യജീവികൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ തിരഞ്ഞിട്ട് കാര്യമൊന്നുമല്ല. ഒരു ദിവസം രാത്രി അവർ വെളുപ്പിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സർ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയല്ലേ, ആ രണ്ടുപേരുണ്ടല്ലോ അവർ നല്ല മനസ്സിന് ഉടമകളാണ്, അവർക്ക് ഒരിക്കലും തന്നെ ഒന്നും സംഭവിക്കില്ല സർ നമുക്ക് തിരയാമെന്ന് പറയുന്നു. തനിക്ക് അറിയാഞ്ഞിട്ടാടോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുതെന്ന് പറയുന്നു. സാറ് വരണ്ട, ഞാൻ പോയിട്ട് തിരഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി ഞാനുണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ വെറുതെ പറഞ്ഞോട്ടോ, നമുക്ക് പോകാം എന്ന് പറയണം. അങ്ങനെ മഹി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് സുജാത വിളിക്കുന്നുണ്ട് കേട്ടോ. മോനെ മഹി എന്തായി എന്ന് പറയുന്നു. ആൻറ്റി വിഷമിക്കേണ്ട, അവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേന് മോനെ നീ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ, ആൻറ്റി വിഷമിക്കേണ്ട, ഇത്രയും പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ വരുള്ളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. സുജാതയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. കണ്ടോ അവരുടെ അമ്മയെ വിളിച്ചത്, നമുക്ക് പെട്ടെന്ന് പോയി തിരയാം സർ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവർ ചെന്ന് തിരയാനായിട്ട് പോകുമ്പോഴത്തേനും കൺമണിയാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് ആ കാലിൽ മുറിവൊക്കെ മാറിയിട്ടുണ്ട്, അതായത് വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അയ്യോ വേദനയൊക്കെ മാറിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സർ എന്ന് പറയുമ്പോഴത്തേനും കൃഷ്ണൻ അവിടെ കാണാനില്ല. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്തൊന്നും കൃഷ്ണൻ അവിടെ എവിടെയും കാണാനില്ല. കുറച്ച് അങ്ങോട്ട് തിരയാൻ നിൽക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ കൃഷി ചെയ്യുന്നത്. സാർ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? അതിന് സാർ എന്ന രീതിയിലൊക്കെ കൺമണി ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗുഡ് മോർണിംഗ് കൺമണി എന്ന് പറഞ്ഞിട്ട് കൃഷി താഴത്തോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നല്ല ആളാണ് സർ എന്ത് പണിയാണ് കാട്ടിയത്? എന്നെ അവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് സാർ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയല്ലേ എന്നൊക്കെ പറയുന്നു. അത് വെറുതെ ഒന്നുമല്ല കൺമണി, ഞാൻ തൻ്റെ അടുത്ത് തന്നെയാണ് കിടന്നത്, പക്ഷെ പിന്നീടാണ് നോക്കിയത് ഒരു കരടിയുടെ അലർച്ചയൊക്കെ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അവിടെ കിടന്നാൽ ശരിയാവില്ല, എൻ്റെ ജീവനല്ലേ എനിക്ക് വലുത്, കൺമണിയുടെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേഗം ചില്ലയിൽ കയറി കിടന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നെ കരടി പിടിച്ചോട്ടെ എന്നാണോ സാറ് പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ, കരടി എന്തായാലും കൺമണിയെ പിടിക്കത്തൊന്നുമില്ല, കടിക്കുകയില്ല, വേറൊന്നുമല്ല. കൺമണിയെ മുഖം കണ്ടാൽ തന്നെ കരടിക്ക് തോന്നുന്നു ഇതൊരു പാവം പെൺകുട്ടിയെ ഇവളൊന്നും ചെയ്യണ്ട എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ടോ എന്ന് പറയുന്നു.
അത് കൊള്ളാലോ സർ, സർ എന്നാലും എന്നെ പറ്റിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഈ സാറിനെ ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സോറി കൺമണി, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയാണ് കിടന്നേ. രാവിലെ ആയപ്പോഴാണ്, അതായത് നേരം വെളുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മേലെ കയറി കിടന്നത്. അതുവരെ നിൻ്റെ തൊട്ടരികിൽ തന്നെ ഞാനുണ്ടാകും. അങ്ങനെ നിന്നെ ആർക്കെങ്കിലും ഞാൻ വിട്ടു കൊടുക്കുമോ കൺമണി എന്നൊക്കെ കൃഷ് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ രണ്ടുപേരും ആ കാട്ടിലൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്മായിമാരെയാണ്. രാവിലെ തന്നെ അമ്മായിമാർ കൺമണിയും കൃഷിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ കാട്ടിൽ എന്തായിരിക്കും ചെയ്യുണ്ടാവുക എന്നറിയാം. അപ്പോഴത്തേനും പറയുന്നുണ്ട്, കാട്ടിലൂടെ പ്രണയിച്ച് നടക്കുന്നവർക്ക് വളരെ നല്ല രസമല്ലേ കാണാനായിട്ട്. അവർക്ക് പാറക്കല്ല് പോലും പട്ടുമേത്ത പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ലല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ കാണേണ്ടതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെ പോലെയൊക്കെ അവസ്ഥകൾ വരും. അതല്ലേ മറച്ചു വെക്കേണ്ടത് എപ്പോഴും മറച്ചു വെച്ച് തന്നെ ആകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും പ്രണയത്തെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ലെങ്കിൽ പ്രണയത്തിൻ്റെ സുഖം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഒരു സൗണ്ട് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ അവിടെ സൗണ്ട് കേൾക്കുന്നത്, നമുക്ക് പോയി നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ വരുണിൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള 101 പവനും 10 ലക്ഷം രൂപയും എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചും തരണം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പാവം എൻ്റെ വരുൺ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ക്രഷ് വന്നിട്ട് വീണ്ടും അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ച് അവനിപ്പോഴും ഹോസ്പിറ്റലിലാണേ. അവൻ എപ്പോഴും അവിടുന്ന് വരാൻ നേരമില്ല എൻ്റെ പാവം കുട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അമ്മായിമാർ ചിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിരിച്ചോ, നിങ്ങളൊക്കെ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. കല്യാണം നടത്താം എന്ന് പറഞ്ഞ് ഇത്രയും നീട്ടിക്കൊണ്ട് വെച്ചത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവളുടെ എം ഡി ആയിട്ടുള്ള ക്രഷും ആ കാട്ടിലേക്ക് പോയിട്ടില്ലേ, വിവാഹം മുറിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. എൻ്റെ മോൻ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മനോജ് പറയുന്നത് അവർ തമ്മിൽ ഒരടുപ്പവും ഇല്ല സർ, കാരണം അവളുടെ എം ഡി ആണ്, അല്ലാതെ വേറെ ഒന്നും അല്ല, അവർ നല്ല കൂട്ടുകാരാണെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനത് സഹിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൺമണി വന്ന ഉടനെ തന്നെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ ലോണ് തിരിച്ചടച്ച് നിങ്ങളുടെ ജപ്തി ഒഴിവാക്കി തരും. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് തന്നിട്ടുള്ള പൈസ എല്ലാം തിരിച്ചു തരണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ കല്യാണത്തിൽ തീരെ താല്പര്യം, പക്ഷെ വരുണാണെങ്കിൽ സമ്മതിക്കില്ല. അവൾക്ക് കൺമണിയെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ മനോജ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി തരാമെന്നും പറയുന്നുണ്ട്. അച്ഛന് നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ ഗോകുൽ പറയുന്നുണ്ട്, അപ്പോൾ ലോൺ അടിക്കാവുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് അപ്പോൾ ലോൺ അടയ്ക്കും എന്നുള്ളത് ഉറപ്പാണെന്ന് പറയുന്നു. അപ്പോൾ മനോജ് പറയും ചെറിയ കുട്ടികൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് അച്ഛൻ പറയുന്നുണ്ട്, കൺമണി വരട്ടെ സർ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പോരെ എന്ന് പറയുന്നു. അപ്പോൾ മനോജ് പറയുന്നുണ്ട്, തീരുമാനിച്ചാൽ പോരാ, ഇവ തന്നെ വേണം, നേടിക്കൊണ്ട് പോകണം ശരിയല്ല. വരുണിൻ്റെ വീട്ടുകാരും എത്ര ക്ഷമയുള്ളവരാണ്, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു, ഇതപ്പോൾ ഇപ്പോഴും ചെയ്യാനായിട്ട് നിൽക്കുന്നു. നമ്മളല്ലേ ഉഴപ്പുന്നത്, അത് ഇനി ചെയ്യാൻ പാടില്ല. ഒന്നുകൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അച്ഛൻ ഇനി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല, ഞാൻ ഉറപ്പ് തരുന്നു. എത്രയും പെട്ടെന്ന് കൺമണിയും വരുണുള്ള കല്യാണം ഉറപ്പിക്കും എന്ന രീതിയിലൊക്കെ മനോജ് അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം